ഞാൻ ഇന്നലെ എവിടെ പോയെന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ചെന്നൈ വരെ ഒരു യാത്ര ഉണ്ടായിരുന്നു. വൈകുന്നേരം ട്രെയിനിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ചെന്നൈ എത്തി. ചെന്നൈയിലെ CP ആർട്ട് സെൻറ്ററിൽ ഒരു നല്ല എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നേ. അവിടെ ചെന്ന് കുറേ ഡ്രസ്സസ് ട്രൈ ചെയ്ത് നോക്കി. അജ്രാക്കിൻ്റെയും ജാംദാനിയുടെയും പിന്നെ സാരീസ് ഉണ്ടായിരുന്നേ. ടസർ സാരീസ്, ബത്തീക് ചെയ്ത സാരീസ്, അങ്ങനെ കുറച്ച് ഡ്രസ്സസും സാരികളും ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ അതേ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വൈബ് തോന്നില്ലേ, ഒരു സെൻസ് ഓഫ് സിസ്റ്റർഹുഡ്. ആ സന്തോഷത്തിൽ പുറത്തിറങ്ങുമ്പോഴേക്കും വിശപ്പിന്റെ വിളി തുടങ്ങിയിരുന്നു. നേരെ ടി നഗറുള്ള പുതുക്കോട്ടായി IMSലേക്കാണ് പോയത്. സത്യത്തിൽ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള പോക്കായിരുന്നില്ല, വേറൊരു ഹോട്ടലിലേക്ക് പോകുന്ന വഴിയായിരുന്നേ. വഴി വെച്ച് ഈ അപ്പൂപ്പൻ ഇങ്ങനെ കൊടി വീശുന്നത് കണ്ടു. വഴിയിൽ കാർ ഒതുക്കി ഞങ്ങൾ അങ്ങോട്ട് കയറി. ഒരു വീട്ടിലെ പല മുറികളിൽ മേശയും കസേരയും ഒക്കെ അടുക്കിയിട്ട് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നേ. വാഴയിലയിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്തിരുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ഒഴിച്ചുകൂട്ടാനായിരുന്നെന്നറിയാമോ? നമ്മുടെ നാട്ടില് ഈ പുളിശ്ശേരി രസവും സാമ്പാറും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് പോലെ ഇവിടെ മട്ടന്റെ ഗ്രേവി, ഞണ്ടിന്റെ ഗ്രേവി, പ്രോൺസിന്റെ തൊക്ക്, ഫിഷിന്റെ ഗ്രേവി, അങ്ങനെ കുറെ 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 ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും പൊന്നെ ഒടുക്കത്തെ ടേസ്റ്റും. ഇതിൽ ആദ്യം കാണിച്ച തൂക്കില്ലേ, അത് മലേഷ്യ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് അത്രേ. അതന്നെ, വല്ലാത്ത തീറ്റയായിപ്പോയി. ഞാൻ ആദ്യം ഇത്രയും ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നേ. കറികളുടെയൊക്കെ രുചി കാരണം നിറയെ കഴിച്ചു ചോറ്. ഈ കാണുന്ന പ്രോൺസ് ഒക്കെ ഗ്രേവി കിടന്നതാന്നേ. അല്ലാതെയും നമ്മൾ പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ ബ്രെയിൻ, മട്ടൻ തലക്കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട കഴിച്ചു കേട്ടോ. പൊറോട്ട, നമ്മുടെ നാട്ടിലെ പൊറോട്ടയാണ് നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഫുഡിനെയൊക്കെ കാട്ടിലും നമുക്ക് മനസ്സ് നിറയുന്ന എന്താണെന്നറിയാമോ? അവിടുത്തെ ഓണർ മിസ്റ്റർ രാമകൃഷ്ണൻ പളനിയപ്പന്റെ ഇടപെടലുകളാണ്. ഒരുപാട് ഹൃദ്യമായിട്ട് സംസാരിക്കും. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഗുരുവായൂരും പിന്നെ കേരളത്തിന്റെ മറ്റേതൊക്കെയോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടമായി എന്നും പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഈ തൂക്കി എന്നുള്ള ഗ്രേവിയൊക്കെ ഒഴിച്ചു തരും. ഇത് ട്രൈ ചെയ്ത് നോക്കണം, അത് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ സജഷൻസ് ഒക്കെ തരുമായിരുന്നു. വയറ് നിറയുന്നതിനോടൊപ്പം തന്നെ മനസ്സ് നിറയ്ക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ലാസ്റ്റിൽ ഒരു ഇളനീർ പുഡിംഗ് ആണ് വാങ്ങിക്കഴിച്ചത്. ഈ അടപ്പില്ലേ, അത് തുറന്നിട്ട് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യണം. മേളിൽ ഈ ക്രീമും താഴെ അതിൻ്റെ ഒരു പൾപ്പുമാണ്. ഈ ചൂടത്ത് ഈ സാധനം അങ്ങോട്ട് കഴിച്ചാൽ അത് ഇറങ്ങിപ്പോകുന്ന വഴി മുഴുവൻ തണുപ്പിച്ചുകൊണ്ട് പോകും. ഒപ്പം നമ്മുടെ മനസ്സും. ഇത്രയൊക്കെ വാങ്ങി കഴിച്ചിട്ടും വില വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ ഒരു സ്ട്രോബെറി ഗോലി സോഡ കൂടെ വാങ്ങിയിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിനു മുമ്പേ ഞങ്ങൾ എല്ലാവരും കുടിച്ചു തീർത്തു. അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ചാച്ചാ.